രണ്ട് സ്ഥലത്തിന് ഒരേ പേരായ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കും. വാമലയിലേക്ക് ഇന്നത്തെ യാത്ര. പല്ലാവൂർ വാമലയല്ല, പല്ലശ്ശേന വാമല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പല്ലാവൂർ വാമലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് കുറച്ച് കമൻസ് വന്നു. പല്ലാവൂരല്ല, പല്ലശ്ശേനയിലെ വാമല എന്നായിരുന്നു ആ കമൻസ്. അതൊന്ന് വിശദമായി അന്ന് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞു. പല്ലാവൂർ മാത്രമല്ല, പല്ലശ്ശേനയിലൊരു വാമലയുണ്ട്. ആ സമയത്ത് തന്നെ പല്ലശ്ശേന വാമലയും കാണണം എന്ന് മനസ്സിൽ വിചാരിച്ച, പക്ഷെ നടന്നില്ല. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. ഇന്നൊരാവശ്യത്തിന് വേണ്ടി പല്ലശ്ശേന വന്നപ്പോൾ ആ കാര്യം നടന്നില്ല. എന്തായാലും വാമല കണ്ട് തിരിച്ചു പോവാം എന്ന തീരുമാനത്തിലെത്തി. നമ്മളിപ്പോൾ ഏകദേശം വാമല എത്താറായി. വരുന്ന വഴിക്കെല്ലാം ചോദിച്ചായിരുന്നു ഇതുവരെയുള്ള വഴി കണ്ടെത്തിയത്. ഈ വഴി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറേ വളവും തിരുവളൊക്കെ ഉണ്ട്. വണ്ടി അവിടെ നിർത്തി. ഇനി കുറച്ചു ദൂരം നടന്നു കയറണം. ആദ്യമായി ഇവിടെ വരുന്നവരാണെങ്കിൽ മലയിലേക്ക് കയറാനുള്ള ഈ വഴി കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. ചെടികൾക്കിടയിലൂടെ ചെറിയൊരു മൺപാത. ഇവിടെ അടുത്ത് കുറേ വീടുകളുണ്ട്. അവരോട് ചോദിച്ചപ്പോഴാണ് വഴി പറഞ്ഞു തന്നത്. ഇതുപോലുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് പോകുന്നതിനേക്കാൾ കൂടെ ഒരാളുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതാണ്. കുറച്ചു ദൂരം ഈ കാണുന്ന പോലുള്ള ചെടികളുടെയും മരങ്ങളുടെയും ഇടയിലുള്ള ചെറിയ വഴിയിലൂടെ പോകണം. അത് കഴിഞ്ഞാൽ കല്ലിൽ കൊത്തിവെച്ച കുറച്ച് സ്റ്റെപ്സ് കാണും. അത് വഴി കയറി പോകാനാണ് അവർ പറഞ്ഞത്. അങ്ങനെ കുറച്ചു ദൂരം മുന്നേ വന്നപ്പോൾ ആ പറഞ്ഞ സ്റ്റെപ്പുകൾ കാണാൻ തുടങ്ങി. മുകളിൽ വരെ സ്റ്റെപ്പുകൾ കൊടുത്തിട്ടില്ല, വളരെ കുറച്ച് സ്റ്റെപ്പുകളേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റായി കയറാൻ തുടങ്ങിയിട്ട്. അപ്പം തന്നെ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളാണ്. കുറച്ച് സമയം എന്തായാലും ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. ഈ ചുറ്റുവട്ടത്തായിട്ട് തന്നെ കുറേ ചെറിയ ചെറിയ കുന്നുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇതൊന്നും എത്രത്തോളം സേഫ് ആണെന്നറിയില്ല. അതുകൊണ്ട് റിസ്ക് എടുത്ത് ആരും കയറാൻ നിൽക്കരുത്. അതുപോലെ ഒറ്റയ്ക്കൊരിക്കലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കയറി വരരുത്. കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള സ്റ്റെപ്പിൽ ഒരു കാല് മുഴുവനായി നിൽക്കില്ല. മഴയുള്ള സമയമാണെങ്കിൽ വളരെ സൂക്ഷിച്ചു വേണം കയറാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സ്റ്റെപ്സ് അവിടെ തീർന്നു. എന്തായാലും മഴയില്ലാത്ത കാരണം കയറാൻ വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. വീണ്ടും ഒരു 2 മിനിറ്റ് മുന്നോട്ട് കയറുമ്പോഴേക്കും ഈ കാഴ്ച കണ്ടത്. ഇതെന്തായാലും ആസ്വദിക്കാതെ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. തനി പാലക്കാടൻ ഗ്രാമക്കാഴ്ചകളാണ് പല്ലശ്ശേന പോലുള്ള സ്ഥലങ്ങളിൽ വന്നാൽ കാണാൻ കഴിയുക. നോക്കത്താ ദൂരത്ത് നെൽപ്പാടങ്ങളാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതിനിടയിലായി പഴയതും പുതിയതുമായ കുറേ വീടുകളും കാണുന്നുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ കുന്നംപിടാരിയൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്. അവിടെ നോക്കത്താ ദൂരത്തെ തെങ്ങും തോട്ടങ്ങളായിരുന്നു. ഇവിടെയാണെങ്കിൽ നോക്കത്താ ദൂരത്ത് നെൽപ്പാടങ്ങളാണ് കാണാൻ കഴിയുന്നത്. പല്ലാവൂർ വാമലയായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറാനുണ്ട്. ഇന്ന് പല്ലശ്ശേനയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ വാമല കയറാനുള്ള ഒരു പ്ലാൻ തന്നെ ഇല്ലായിരുന്നു. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉറപ്പായും 2 ലിറ്റർ വെള്ളമെങ്കിലും കയ്യിൽ കരുതണം. ഇടയ്ക്കിടയ്ക്ക് ആ കാണുന്ന പോലുള്ള കല്ലിൽ കൊത്തിവെച്ച ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കാണാൻ കഴിയുന്നുണ്ട്. കയറുന്ന വഴിക്കും മനം കുളിർപ്പിക്കുന്ന ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് മഴ പെയ്യാത്തത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇതുപോലുള്ള സ്ഥലത്ത് വന്ന് മഴ പെയ്ത ശരിക്കും പെട്ടുപോകും. ഇതുപോലുള്ള സ്ഥലങ്ങൾ കയറാൻ കുറച്ച് കഷ്ടപ്പാട് തന്നെയാണ്. പക്ഷേ മുകളിലെത്തി കാണുന്ന കാഴ്ചയിൽ നമ്മൾ ആ കഷ്ടപ്പാടുകളൊക്കെ അങ്ങ് മറക്കും. ഇതുപോലൊരു കാഴ്ച കണ്ട ഇവിടെ കുറച്ച് സമയം ചിലവഴിച്ച് ഇത് ആസ്വദിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ ഇതുവരെ കയറി വന്ന ക്ഷീണം മറക്കാൻ കാരണമാവുന്നുണ്ട്. കുറേ ട്രക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് വലിയൊരു കയറ്റമല്ല. പക്ഷെ വല്ലപ്പോഴും ഇതുപോലുള്ള മല കയറുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള കയറ്റം തന്നെ അവിടെ. പല്ലാവൂർ വാമല അന്വേഷിച്ച് ഇവിടെ എത്തിയ 2 പേരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരേ പേരുള്ള 2 സ്ഥലങ്ങളായ ഇതുപോലുള്ള കൺഫ്യൂഷൻ ഉറപ്പായി ഉണ്ടാവും. വീണ്ടും കുറച്ചു ദൂരം മുന്നോട്ട് വന്നപ്പോൾ
വാമല ക്ഷേത്രം കാണാൻ തുടങ്ങി. പല്ലാവൂർ വാമലയിൽ മുരുകനായിരുന്നു പ്രതിഷ്ഠ. ഇവിടെ അയ്യപ്പനാ പ്രതിഷ്ഠ. അങ്ങ് ദൂരെയായി മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെയിൽ വന്നും പോയി ഇരിക്കുന്നുണ്ട്. നല്ല കാറ്റും വീശുന്നുണ്ട്. പല്ലശ്ശേന മുഴുവനായിട്ടും ഇവിടെ നിന്നാൽ കാണാൻ കഴിയും. നമുക്കിനി കാഴ്ചകൾ കണ്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോവാം. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകളെ കാണാൻ കഴിയുന്നത്. ഈ മലയുടെ ചുറ്റും നോക്കത്താ ദൂരത്തെ നെൽപ്പാടങ്ങളും അങ്ങ് ദൂരെയായി കാണുന്ന മഞ്ഞു മൂടിയ മലനിരകളെല്ലാം ഇവിടെ വരുന്ന ഏതൊരാളെയും അങ്ങ് പിടിച്ച് നിർത്തിക്കളയും. കാരണം ഇതുപോലുള്ള കാഴ്ചകൾ കണ്ടാൽ ആരാ അവിടെ നിന്നു പോവാത്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ നടത്തത്തിൻ്റെ വേഗത ഞാനൊന്ന് കുറച്ചു. ഇനി അധിക ദൂരമില്ല. ഇവിടെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. കാരണം കുറച്ച് കാര്യങ്ങൾ ഇവിടെ കണ്ടു. അതിനെ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നത് ശരിയല്ല. ഈ പൂക്കളും അങ്ങ് ദൂരെ മലനിരകളെ മറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന മേഘങ്ങളൊക്കെയായിരുന്നു അതിനുള്ള കാരണം. ഇത് ആസ്വദിച്ച് കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം. ഇതുപോലുള്ള പൂക്കൾ പല്ലാവൂർ വാമലയിലും കണ്ടിരുന്നു. പൂക്കൾക്കിടയിലൂടെ ആ അമ്പലം കാണാൻ ഒരു പ്രത്യേക രസമുണ്ട്. ഇനി സമയം കളയാതെ നമുക്ക് അമ്പലത്തിനടുത്തേക്ക് പോവാം. അമ്പലം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു ചിത്രം ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് പല്ലശ്ശേന വാമലയിലുള്ള ഈ അയ്യപ്പ ക്ഷേത്രം. താഴത്ത് അന്വേഷിച്ചപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനിടയായി. പണ്ടിവിടെ എല്ലാ ദിവസവും പൂജ ചെയ്യുമായിരുന്നു. കോവിഡ് തുടങ്ങിയ ശേഷം ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ പൂജ ചെയ്യുന്നുള്ളൂ. ദീപാവലി ദിവസം ഇവിടുത്തെ ഉത്സവം. കഴിഞ്ഞ വർഷം അതും വെറും ഒരു ചടങ്ങ് മാത്രമായി ചെയ്തു തീർത്തു. താഴെ കാണുന്ന റോഡ് കൊല്ലങ്കോട്, പല്ലശ്ശേന, പല്ലാവൂർ, കുനിശ്ശേരി, തേങ്കുറിശ്ശി എന്നീ മനോഹരമായ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ്. ഈ പച്ചപ്പും നെൽപ്പാടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായും ഡ്രൈവിനോ റൈഡിനൊക്കെ പോകാൻ പറ്റിയ റോഡാണ്. കുറേ നല്ല ഓർമ്മകൾ സമ്മാനിക്കും. ഒരിക്കലും സമയം നഷ്ടമായി എന്ന് തോന്നില്ല. പല്ലാവൂർ വാമലയായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ്. കാരണം രണ്ട് സ്ഥലത്തിനും അതിൻ്റേതായ മനോഹാരിതയുണ്ട്. എന്നാൽ പേരല്ലാതെ ഈ രണ്ട് സ്ഥലങ്ങളും തമ്മിൽ യാതൊരു വിധത്തിലുള്ള സാമ്യവുമില്ല. ഇനി ഇതിലേതാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് ചോദിച്ചാൽ അത് ഉത്തരം മുട്ടിക്കുന്ന ഒരു ചോദ്യമായി പോകും. അമ്പലത്തിൻ്റെ പുറകുവശത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയത്. മഴക്കാലമായതുകൊണ്ടാവാം കുറേ സ്ഥലത്ത് ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ കണ്ട ഇതിപ്പോൾ വീഴുമെന്ന് തോന്നിക്കുന്ന കുറേ പാറക്കല്ലുകൾ ഇവിടെയുണ്ട്. ഇത് കണ്ടാലറിയാം കുറേ വർഷങ്ങളായി വീഴാതെ ഇവിടെ അങ്ങ് ഉറച്ചിരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്ന ഒരു കുഴപ്പമുണ്ട്, തിരിച്ചു പോകാൻ തോന്നില്ല. അപ്പോഴൊക്കെ മനസ്സിൽ പറയാറുണ്ട്, തൽക്കാലത്തേക്ക് ഇപ്പം ഇവിടെ നിന്ന് പോവാം, പക്ഷെ ഒരു പ്രാവശ്യം കൂടി ഉറപ്പായും തിരിച്ചിവിടെ വരും. ഒരു രക്ഷയില്ലാത്ത സ്ഥലമായിരുന്നു അത്. പാലക്കാടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഈ സ്ഥലം കൂടി ഞാനങ്ങ് എഴുതി ചേർത്തു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.